സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ ആ ഫോൺ കോളിലൂടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ അലറി കരയുന്നു. എന്താ ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ശാരിക ഓടി വരികയാണ്. ഒന്ന് നിൽക്ക് ശാരി. അവിടേക്ക് മാധവനും രാധികയും വരുന്നുണ്ട്. എന്താ മോളെ എന്ത് പറ്റി? അമ്മേ ഞാൻ എല്ലാം പറയാം വേഗം തന്നെ. ദേവികയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മുരളിയെ വിളിക്കുകയാണ്. എന്നിട്ട് മുരളിയേട്ടാ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് മുരളിയേട്ടൻ റെഡി ആയിട്ട് പുറത്തിറങ്ങി നിൽക്കും, ഞാൻ കാർ എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ മുരളി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. എല്ലാം ഞാൻ പറയാം. അങ്ങനെ ദേവിയാണെങ്കിൽ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ചേച്ചി കാര്യം എന്താന്ന് വെച്ചാൽ പറയുമെന്ന് ശാരിക പറയണം. അവിടെ അച്ഛനെ ഋഷിയുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ആക്രമിച്ച് വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മാധവനും രാധികയും ശാരികയും ഒരുപോലെ ഞെട്ടുന്നു. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? അതെ എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. മോളെ ഈ രാത്രിയിൽ മോള് തനിച്ചു പോണ്ട. ഇല്ല അച്ഛാ ഞാൻ പോയിക്കോളാം. മുരളിയേട്ടൻ അവിടെ നിൽക്കും, എന്നാലും മോള് പോണ്ട. ആ ഋഷിയുടെ ഫ്രണ്ട്സ് ആളത്ര ശരിയല്ല, ആൾക്കാരത്ര ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധവനാണെങ്കിൽ വേദന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരികയാണ്. ശേഷം ശാരി ചോദിക്കുന്നുണ്ട് ചേച്ചി ഞാൻ കൂടി വന്നോട്ടെ? വേണ്ട വരണ്ട. അങ്ങനെ അധികം പറയുന്നുണ്ട് മോളെ ഇപ്പൊ നീ പോണ്ട, അവരിനിപ്പോ അടുത്തത് നിന്നെ അന്വേഷിച്ചായിരിക്കും വരുന്നുണ്ടാവുക. രാവിലെ ആവട്ടെ, അമ്മയൊന്നും മിണ്ടാതിരുന്നേ. അച്ഛനങ്ങനെ സംഭവിച്ചിട്ട് ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ വേഗം തന്നെ റെഡിയായിട്ട് മാധവനോടൊപ്പം പോവുകയാണ്. അങ്ങനെ ദേവികയും മാധവനും മുരളിയും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ ദേവിയെ കാണുമ്പോൾ തന്നെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് വിറച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. അമ്മേ എന്തു പറ്റി? നീ മിണ്ടിപ്പോവരുത്. നീ ഒറ്റൊരുത്തി കാരണം കൊണ്ടാണ് എൻ്റെ സിദ്ധു ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത്. സിദ്ധുവിൻ്റെ കാര്യം ഇനി എന്താകുമെന്നൊരു പിടുത്തമില്ല. നീ അല്ലേടി ആ ഋഷി നിന്റെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞ് വിളംബരം ചെയ്തുകൊണ്ട് നടന്നത്. എന്നിട്ടിപ്പോൾ അനുഭവിക്കുന്നത് ആരാ? എൻ്റെ സിദ്ധു. ആദ്യം എൻ്റെ മോനെ നഷ്ടപ്പെടുത്തി, ഇപ്പോഴിതാ എൻ്റെ ഭർത്താവിനെയും. എനിക്കിനി ആരാ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻറ്റി എന്താ പറ്റിയത്? മുരളി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഋഷിയുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് അകത്തേക്ക് ഇടിച്ചു കയറി വരികയായിരുന്നു. ഒളിമ്പൽ കേട്ട് സിദ്ധു കതവ് തുറന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. സിദ്ധുവിന് മാരകമായിട്ടുള്ള പരിക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്നാലും ഋഷിയുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ മാധവൻ പറയുന്നു. എല്ലാം നിങ്ങളുടെ ഈ ഒരു മോള് കാരണം കൊണ്ടാണ് മാധവ സംഭവിച്ചിരിക്കുന്നത്. അറിയോ ഇവളാണ് ആ അരുന്ധതിയെ വിളിച്ചിട്ട് ഋഷി ഇവളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞ് ഓവർ പ്രഹസനം കാണിച്ചിരുന്നത്. ഇവൾക്ക് ഓവർ ആവാൻ മാത്രമേ അറിയുള്ളൂ, അല്ലാതെ യാതൊരു കഴിവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി വീണ്ടും വീണ്ടും തർക്കിക്കുകയാണ്. ആൻറ്റി എന്തിനാ ദേവിയെ കുറ്റപ്പെടുത്തുന്നത്? ദേവിയെ കുറ്റപ്പെടുത്താതെ പിന്നെ ഇവൾ ഒറ്റൊരുത്തി കാരണം കൊണ്ടാ സിദ്ധുവിനെ ഈ അവസ്ഥയിലാക്കിയത്. ഇന്ന് തന്നെ അവർ വഴിയിൽ വെച്ച് ഇങ്ങനെ അപകടകാരികളായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടു, ഇപ്പോഴെൻ്റെ ഭർത്താവിനെയും. ഞാനിനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് കൂടി കുറച്ച് വിഷം വാങ്ങി താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ അലറിക്കറിയുകയാണ്. ഈ സമയം ദേവിക പറയുന്നുണ്ട് ഞാൻ എന്തായാലും അച്ഛനെക്കുറിച്ചൊന്ന് സൂപ്രണ്ടിനോട് ചോദിച്ചിട്ട് വരാമെന്ന്. നീ ആരോടും ചോദിക്കാൻ പോണ്ട അമ്മേ, എനിക്കും അറിയണം അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ മാധവനോടൊപ്പം ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ മുരളിയാണെങ്കിൽ പ്രഭാവതിയെ സമാധാനിപ്പിക്കാനായിട്ട് കഷ്ടപ്പെടുന്നു. അങ്ങനെ ഇക്കാര്യം ഗിരീഷും കുടുംബവും അറിയുന്നുണ്ട്. രജനിയാണെങ്കിൽ അലറിക്കറിയാണ്. അങ്ങനെ താനും കൂടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് രജനി വാശി പിടിക്കുമ്പോൾ നീ ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗിരീഷ് ആണെങ്കിൽ വിലക്കുകയാണ്. ഇല്ല ഗിരി, എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് അറിയാത്തൊരു സമാധാനമില്ല, എനിക്ക് വരണം. ഗിരീഷ് പറയുന്നുണ്ട് രജനി ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ടെൻഷൻ ഒരുപാട് വേണ്ട, നീ ഒന്ന് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. ഇല്ല ഗിരി ഞാൻ വരികയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഗിരീഷ് ആണെങ്കിൽ രജനിയോട് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ രജനിയെ അവിടെ വിട്ടിട്ട് പോവുകയാണ്. അമ്മയാണെങ്കിൽ രജനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും വീണ്ടും കരയുന്നു. അങ്ങനെ ഗിരീഷ് എത്തിയിട്ടും പതിവ് പല്ലവി തന്നെയാണ് പ്രഭാവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ദേവികയാണ് എല്ലാത്തിനും കാരണം, ഇവള് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ദേവിയാണെങ്കിൽ പറയുന്നുണ്ട് അമ്മേ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്തത്, നീ ഒന്നും മിണ്ടിപ്പോവരുത്, നിനക്ക് ഒരു കഴിവില്ല, നീ ആളാവാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ഡോക്ടർ വരികയാണ്. ഡോക്ടർ സിദ്ധുവിൻ്റെ കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ്, മാരകമായിട്ടുള്ള പരിക്കുകളാണ് ഏറ്റിരിക്കുന്നത്, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, എന്തായാലും ഇപ്പം ബോധം വന്നിട്ടില്ല, എങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഗിരീഷ് പറയുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണമെന്ന്. വേണ്ട, ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പ്രഭാവതി ആണെങ്കിൽ പൊട്ടിക്കരയുന്നു. എനിക്ക് എൻ്റെ സിദ്ധുവിനെ നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. ഗിരി അറിയുമോ, ഇവളാണ് ആ ഋഷിയെ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ അരുന്ധതിയെ വിളിച്ച് പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാത്തിനും ഉത്തരവാദി ഇവളാണ്, ഇവള് കെട്ടിക്കേറി വന്ന ആ നിമിഷം മുതൽ തുടങ്ങിയതാണ് കുടുംബത്തിലെ നാശം എന്നൊക്കെ പറയുമ്പോൾ മാധവനാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല. മേഡം എൻ്റെ മോളെ കുറ്റപ്പെടുത്തിയത് മതി, കുറ്റപ്പെടുത്താതെ പിന്നെ
അച്ഛനൊന്നും പറയണ്ട. അമ്മ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. അങ്ങനെ ഗിരീഷ് പറയുന്നുണ്ട്, ദേവി ഇതൊന്നും കാര്യമാക്കണ്ട. മേഡത്തിൻ്റെ വിഷമം കൊണ്ട് പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഗിരീഷാണെങ്കിൽ ദേവികയെ സമാധാനിപ്പിക്കുമ്പോൾ ഗിരീഷ് അങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇവളുടെ അതെൻ്റെ ഈ കല്യാണം മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതുവരെയും ഒരു അവസാനവും കണ്ടിട്ടില്ല. ഇവള് കാരണം കൊണ്ടാ എല്ലാം സംഭവിച്ചെന്ന് പറയുമ്പോൾ മേഡം എന്തൊക്കെയാ പറയുന്നത്? ദേ നോക്ക്, ഈ ദേവിക എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ ദേവിക ഒറ്റയ്ക്കൊന്നല്ലല്ലോ, അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലേ ദേവിക ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് അവളെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്തണ്ട മേഡം. ദേവികെ നീ എന്തിനു വേണ്ടി ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ ഗിരീഷ് പറയുന്നു. മുരളിയേട്ടാ, ഗിരീഷേട്ടാ, എന്നെ ആര് കുറ്റപ്പെടുത്തിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് CPയെ വിളിക്കുകയാണ് ദേവിക. CP ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ CP ആണെങ്കിൽ സ്ഥലം പറയുന്നു. എങ്കിൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ കാണാൻ വരാം, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ, അഹങ്കാരം അവസാനിക്കാത്ത ഒരു വിത്ത് വീണ്ടും പോകുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ പിടിച്ചു വാങ്ങാനാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ മുരളി പറയുന്നുണ്ട്, ആൻറ്റി ഒന്ന് അടങ്ങ്. ദേവിക എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് ആൻറ്റിക്കും കൂടി അറിയാവുന്നതല്ലേ. നന്ദനെ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ. നന്ദനെ കണ്ടെത്താനോ? ഞാൻ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങളാണ് അവൾ ഇതിനോടകം ഒപ്പിച്ചു കഴിഞ്ഞത്. കേസന്വേഷണം പൂർത്തിയാക്കിയിട്ട് നന്ദനെ ജയിലിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഹരിയേട്ടനും അകത്ത് കിടക്കുന്ന സിദ്ധുവും ദേവികയും എല്ലാവരും ചേർന്ന് എൻ്റെ മോനെ ഞാൻ പോലും അറിയാതെ രാത്രിക്ക് രാത്രി മാറ്റിയത്. എന്നിട്ട് ഹരിയേട്ടൻ്റെ വക ഒരു അഭിനയം, അരുന്ധതിയുടെ വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്യൽ, എല്ലാം കൂടി ആയിട്ട് ഇപ്പം എന്തായി? എൻ്റെ സിദ്ധുവിന് ഈ അവസ്ഥ വന്നു. പിന്നെ എൻ്റെ മോനെ കാണുന്നില്ല. ഇനി ഞാൻ എന്തിനാ മുരളി ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നാലും ദേവിയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അവളും നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നതല്ലേ, അവളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുരളി ആണെങ്കിൽ തർക്കിക്കുന്നു. അറിയാം, എല്ലാവരും അവൾക്കൊപ്പമാണ്. എനിക്ക് ആരുമില്ല. ആ കിടക്കുന്ന സിദ്ധു കൂടി പോയാൽ എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി പൊട്ടിക്കരയുന്നു. ആൻറ്റി അങ്ങനെയല്ല. അങ്ങനെ മുരളിയെ തടയുകയാണ് ഗിരീഷ്. ദേ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. കരയട്ടെ, കരഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുരളിയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.